ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറിയ താരമാണ് നടി ജോമോൾ. ഒരു ബാലതാരമായാണ് നടി അരങ്ങേറ്റം കുറിച്ചതും. മലയാള സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ ലഭിച്ച താരം കൂടിയാണ് ജോമോൾ. ജോമോളിന്റെ പ്രണയവും വിവാഹവും എല്ലാം ഒരു സിനിമാ കഥ പോലെ ത്രില്ലടിപ്പിക്കുന്നതാണ്. സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും ടെലിവിഷൻ പരിപാടികളിലും സ്ഥിരം സാന്നിധ്യമാണ് ജോമോൾ. ജോമോളിന്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒളിച്ചോടിയ തന്നെ കണ്ടുപിടിക്കാൻ വീട്ടുകാർ നടൻ സുരേഷ് ഗോപിയുടെ വരെ സഹായം തേടിയിരുന്നുവെന്നും ജോമോൾ വെളിപ്പെടുത്തി. പ്രണയവിവാഹമായിരുന്നു ഞങ്ങളുടേത്. യാഹൂ ചാറ്റ് പ്രൈവറ്റിലൂടെ പരിചയപ്പെട്ടവരാണ് ഞങ്ങൾ. എന്നേക്കാളും മുതിർന്നയാളാണ്, കഷണ്ടിയാണ് എന്നൊക്കെയായിരുന്നു ചന്തു പറഞ്ഞത്. യഥാർത്ഥ പ്രണയത്തിന് രൂപവും പ്രായവും ഒന്നും പ്രശ്നമല്ലല്ലോ. ചാറ്റ് ചെയ്ത് പ്രേമിച്ചവരാണ്. ഹംസദൂത് ചന്തുവിൻ്റെ അമ്മയായിരുന്നു. ചന്തുവിനെ ഷിപ്പിൽ ഇന്റർനെറ്റ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാനാവുമായിരുന്നില്ല അന്ന്. ചന്തു കത്തെഴുതും, അത് അമ്മയ്ക്ക് വരും. എൻ്റെ വീട്ടിൽ കത്തായിട്ട് അത് വരാൻ പറ്റില്ലല്ലോ. അമ്മ അത് നോക്കി മെയിലാക്കി എനിക്ക് അയക്കും. ഞാൻ തിരിച്ച് മെയിൽ അയക്കും. അത് നോക്കി അമ്മ ചന്തുവിന് ഷിപ്പിലേക്ക് കത്തെഴുതും. അങ്ങനെയായിരുന്നു ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നത്. എനിക്ക് മലയാളം അറിയില്ല, 5 അടി 4 ഇഞ്ച് ഉയരം, മലയാളം ഒന്നും അറിയില്ല, കറുത്തതാണ് എന്നൊക്കെയാണ് ചന്തു പറഞ്ഞത്. ഞാൻ എന്നെ ടോപ്പാക്കി തന്നെയാണ് പറഞ്ഞത്. സിനിമയിൽ അഭിനയിക്കുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. എൻ്റെ സിനിമകളൊന്നും ചന്തു കണ്ടിരുന്നില്ല. അന്ന് നിന്നെ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ കെട്ടില്ലായിരുന്നു എന്നൊക്കെ ചന്തു പറയുമായിരുന്നു. കാണാതെ ഇഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ. പബ്ലിക് ചാറ്റ് പ്രൈവറ്റായി മാറ്റുകയായിരുന്നു ഞങ്ങൾ. ഒരു ഫ്രണ്ടായി മാറുകയായിരുന്നു. ഡിസംബർ 31 ഒളിച്ചോട്ടം. വിവാഹം ജനുവരി 1 കേരളത്തിൽ നിന്ന് മുങ്ങിയ ഞങ്ങൾ പൊങ്ങിയത് ബോംബെയിലായിരുന്നു. ഞങ്ങൾക്ക് പിന്നാലെ ആളെ വിട്ടത് സുരേഷ് ഗോപിയായിരുന്നു. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം നടത്താമെന്നായിരുന്നു ചന്തു കരുതിയത്. ഞാൻ വന്ന് സംസാരിച്ചാൽ കല്യാണം നടക്കുമെന്ന് കരുതിയ ആളാണ് അദ്ദേഹം. അങ്ങനെ ഒരു സാധ്യതയില്ലെന്നേ എനിക്കറിയാമായിരുന്നു. എൻ്റെ അവസ്ഥ ചന്തുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അന്ന് അതുപോലെയുള്ള വിവാഹം വളരെ കുറവായിരുന്നു. ഇന്നായിരുന്നുവെങ്കിൽ വീട്ടുകാർ തന്നെ കല്യാണം നടത്തിയേനെ. ചന്തു 31 വന്നപ്പോഴാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. ഞാൻ ഇറങ്ങി വരാമെന്നും പറഞ്ഞിരുന്നു. പള്ളിയിൽ പോയി കുർബാനയൊക്കെ കഴിഞ്ഞ് പുലർച്ചെ 2 ആയപ്പോഴാണ് ഇറങ്ങിയത്. രാവിലെയാണ് ഞാൻ പോയ കാര്യം വീട്ടുകാർ അറിഞ്ഞത്. സുരേഷേട്ടനോടായിരുന്നു അവർ വിളിച്ചു പറഞ്ഞത്. അതോടെയാണ് അദ്ദേഹം എയർപോർട്ടിൽ വിളിച്ച് ഇങ്ങനെ 2 പേർ വരുന്നുണ്ടെന്നും അവരെ തടഞ്ഞു വെക്കണമെന്നും പറഞ്ഞത്. ചെന്നൈയിലൊക്കെയാണ് വിളിച്ചത്. അയാമിൻ ചെന്നൈ എന്ന് മെസ്സേജ് ഇട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഞാൻ ബോംബെയിലേക്കാണ് പോയത്. പിന്നെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നുവെന്നും ജോമോൾ പറയുന്നു.